വളരെ അവിചാരിതമായിട്ടാണ് ഞാൻ ഈ പോസ്റ്റ് കാണുന്നത്. ഈ പേജിൻ്റെ അഡ്മിൻ മരിച്ചിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് ആ ഇൻസ്റ്റഗ്രാം പേജ് തുറന്നു നോക്കി. അതിൻ്റെ അടിയിൽ ഈ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ അഡ്മിൻ എഴുതിയിട്ടൊരു കുറിപ്പാണ് അതിലും ഏറെ എനിക്കിഷ്ടപ്പെട്ടത്. അതിങ്ങനെയാണ്: എനിക്കറിയാമായിരുന്നു ഇങ്ങനെ ഒരു എഴുത്ത് കാണുമ്പോൾ നീ ഇത് വായിക്കാൻ എന്നിലേക്ക് ഓടിയെത്തുമെന്ന്. ആരാണ് ഈ അഡ്മിൻ എന്നറിയാൻ വെപ്രാളം കൂട്ടുമെന്ന്. എങ്ങനെ മരിച്ചെന്നറിയാൻ ബഹളം വയ്ക്കുമെന്ന്. അല്ലെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ കിട്ടാത്ത പരിഗണനയാണല്ലോ പലർക്കും മരിച്ചാൽ കിട്ടുന്നത്. അത് ജീവനുള്ളപ്പോൾ ഓരോ മനുഷ്യനും എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്, ശരിയല്ലേ? പലപ്പോഴും ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ പരിഗണന കിട്ടാൻ, നമ്മുടെ ഒരു വാക്ക് കേൾക്കാൻ, നമ്മുടെ ഒരു മെസ്സേജിനൊക്കെ ആയിട്ട് കാത്തിരിക്കുന്ന എന്തുമാത്രം ആളുകളുണ്ട്, ശരിയല്ലേ? കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങളൊക്കെ വെച്ച് ഇത്രയും കാലം തൻ്റെ പ്രിയപ്പെട്ടവളായിരുന്ന ഒരാളോട് മാസങ്ങളും ദിവസങ്ങളും ഒരുപക്ഷെ വർഷങ്ങളുമൊക്കെ സംസാരിക്കാതിരിക്കുന്നവർ, അവരൊക്കെ ഇടയ്ക്ക് വാട്സാപ്പൊക്കെ എടുത്ത് നോക്കാറുണ്ട്, അവൻ്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടോ, അവളുടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടോ, ശരിയല്ലേ? കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങളിൽ ഈ ഒരു ചെറിയ ജീവിതം പൂർണ്ണമായിട്ട് ഇല്ലാതാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എന്താണെന്നറിയാമോ? ഈ ജീവിതം വളരെ ചെറുതാണ്. മരിച്ചു കഴിഞ്ഞിട്ട് അയ്യോ എനിക്ക് അവനോട് സംസാരിക്കാൻ പറ്റിയില്ലല്ലോ, എനിക്ക് അവനെ ഒന്ന് പരിഗണിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് ജീവിച്ചിരിക്കുമ്പോൾ എല്ലാവരെയും ഹൃദയം തുറന്ന് സ്നേഹിക്കുന്നതാണ്, ശരിയല്ലേ?